പെബിൾസ് മലയാളം. നമസ്കാരം. നമ്മളിന്ന് പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള ബസ് യാത്രയിലാണ്. ആ ഒരു ബസ് യാത്രയുടെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഴനി ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും കേരളത്തിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും നിറയെ ബസ് സർവീസുകൾ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പാലക്കാട് ബസ്സാണ്. അതുപോലെ തൃശ്ശൂരിലേക്കും തമിഴ്നാടിൻ്റെ മറ്റ് സ്ഥലങ്ങളായ ഉദുമല, പൊള്ളാച്ചി എന്നിവിടങ്ങളിലേക്കെല്ലാം ഉള്ള ബസ്സുകൾ ഈ ഒരു ബസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതൊരു വലിയ ബസ് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് കൊടൈക്കനാലിലേക്ക് 2 മണിക്കൂറിൽ ഇടവിട്ട് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ സീറ്റ് റിസർവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. 10 രൂപയാണ് റിസർവേഷന് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡോ സീറ്റൊന്നും ലഭിച്ചില്ല. 9, 16 എന്നീ സീറ്റ് നമ്പറുകളായിരുന്നു നമുക്ക് ലഭിച്ചത്. പഴനി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രമാണല്ലോ. അപ്പം അവിടെ നിന്നും തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രമായ കൊടൈക്കനാലിലേക്ക് നിറയെ മലയാളികളുണ്ടായിരുന്നു ഈ ഒരു ബസ്സിൽ. അപ്പം നമ്മൾ അവരേക്കൊന്ന് പരിചയപ്പെട്ടു. നമ്മുടെ യാത്ര ആരംഭിച്ചു. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പഴനി ക്ഷേത്രത്തിലേക്ക് പോണ വഴി. അത് കഴിഞ്ഞ് നമ്മൾ കൊടൈക്കനാൽ റോഡിലേക്ക് കയറിയാൽ കൊടൈക്കനാൽ റോഡിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇടുമ്പൻമല നല്ലവണ്ണം കാണാം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അത്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഇടുമ്പൻമലയുടെ താഴ്വാരത്തേക്കായിട്ട് നമുക്ക് പഴനി ക്ഷേത്രത്തിലേക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര വളരെ മനോഹരമായിരിക്കുമെന്നാണ് കരുതുന്നത്. പഴനിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 10 രൂപയാണ് റിസർവേഷനും വരുന്നത്. അപ്പോൾ മൊത്തം 70 രൂപയാണ് നമുക്ക് ചാർജ് വന്നിരിക്കുന്നത്. നല്ല മഴയായതുകൊണ്ട് തന്നെ ചുരം കയറുന്നതിന് മുമ്പ് തന്നെ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ് കുറച്ച് സമയം ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചുരം കയറാൻ തുടങ്ങി. ചുരം കയറുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 3 മുതൽ 3.5 മണിക്കൂർ വരെ സമയമെടുക്കും നമുക്ക് പഴനിയിൽ നിന്നും കൊടൈക്കനാൽ എത്തുവാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ചെറിയ മഴയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ബസ് അധികം സ്പീഡിലൊന്നുമല്ല പോകുന്നത്. നമ്മൾ മുകളിലേക്ക് കയറുന്നതിന് അനുസരിച്ച് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാമായിരുന്നു. അതുമാത്രമല്ല ചില സ്ഥലങ്ങളിലെല്ലാം റോഡ് മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. പൊതുവേ മഴയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ചുരം കയറുമ്പോൾ അത്യാവശ്യം നല്ല റിസ്ക് തന്നെയാണ്. മണ്ണിടിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ പാറയും കല്ലും എല്ലാം കൂടിയിട്ടാണ് ഇടിഞ്ഞ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ റൂട്ടിലുള്ള ഡ്രൈവേഴ്സ് എല്ലാം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർ ആയതുകൊണ്ട് തന്നെ അവർ അതെല്ലാം കവർ ചെയ്തുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ നല്ല മുകളിലേക്ക് പോകുന്നതിന് അനുസരിച്ച് നല്ല കോടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂരത്തേക്കുള്ള കാഴ്ചകളൊന്നും നമുക്ക് അധികം കാണാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു മഴയുള്ള സമയത്ത് അതിമനോഹരമായിരുന്നു നമ്മുടെ ഈ ഒരു യാത്ര. നമ്മൾ മുകളിലേക്ക് എത്തുമ്പോഴേക്കും കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ കാണാം. അപ്പം അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് ഇവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളെല്ലാം. നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ.
അപ്പോൾ ഏകദേശം 20 കിലോമീറ്ററോളം നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തു. ഇവിടെ ഒരു സ്ഥലത്ത് കൂടി മണ്ണിടിഞ്ഞതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇത്തരം സമയങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുമ്പോൾ ഡ്രൈവേഴ്സ് പരസ്പരം ഷെയർ ചെയ്യും. അതുപോലെ തന്നെ തമിഴ്നാട് ഫോറസ്റ്റും ഡിപ്പാർട്ട്മെൻറ്റും ഈ ഒരു സമയങ്ങളിൽ മരം മറ്റും വീണ് കിടക്കുന്നത് കട്ട് ചെയ്ത് എപ്പോഴും റോഡ് ക്ലിയർ ചെയ്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യും. പൊതുവേ പഴനിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവാറുണ്ട്. എന്നാൽ ഇപ്പോൾ മഴയായതുകൊണ്ട് കുറച്ചധികം തന്നെ തണുപ്പുണ്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. കൊടൈക്കനാലിലേക്ക് 22 ഹെയർ പിൻ ബെൻഡുകളാണുള്ളത്. അപ്പം മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് തണുപ്പ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നമ്മളിപ്പം കാണുന്നത് പോണ വഴിയിലൊരു മരം ഇടിഞ്ഞിട്ട് JCB വെച്ചിട്ട് അത് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ വഴിയെല്ലാം നമുക്ക് മണ്ണിടിഞ്ഞതും അതുപോലെയുള്ള മരങ്ങളെല്ലാം മൊത്തം റോഡിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇത്തരം അതാത് സമയങ്ങളിൽ തന്നെ ഇതെല്ലാം ഇവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം 32 കിലോമീറ്റർ സഞ്ചരിച്ച് ശബരിക്കാട് എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. പോണ വഴിയിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. നമ്മൾ ചായ കുടിക്കാനുള്ളൊരു സമയമാണിത്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളും മനോഹരമാണ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള കാഴ്ചകളെല്ലാം ഒന്ന് കാണുവാണ്. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. നമ്മൾ ഈ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 32 കിലോമീറ്ററാണ് ഇവിടെ നിന്നും കൊടൈക്കനാലിലേക്കുള്ള ദൂരം വരുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് ഏകദേശം 5000 അടി മുകളിലാണ്. ഈ ഒരു സമയങ്ങളിൽ മഴയായതുകൊണ്ട് തന്നെ റോഡിൽ തിരക്ക് കുറവാണ്. നമ്മളോട് ഡ്രൈവർ പറഞ്ഞത് മഴയായതുകൊണ്ടാണ് തിരക്ക് കുറവ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ ഈ ഒരു സ്ഥലത്ത് കൊടൈക്കനാലിലുള്ള ലോക്കൽ പഴങ്ങൾ കിട്ടുന്ന മാർക്കറ്റാണ്. അപ്പം കുഞ്ഞു കുഞ്ഞു കടകളാണ്. നമ്മൾ സ്വന്തം വാഹനത്തിലെല്ലാം വരുമ്പോൾ ഇവിടെയെല്ലാം നിർത്തി നമുക്ക് പഴങ്ങളെല്ലാം രുചിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ മഴയെല്ലാം കുറഞ്ഞു. എന്നാൽ തണുപ്പും അതുപോലെ തന്നെ കോടയും നിറയുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമുക്ക് മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പെരുമാൾമല എന്ന സ്ഥലമാണ്. അടിവാരത്തു നിന്നും മുകളിലേക്ക് കയറുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ടൗണാണിത്. ഈ പെരുമാൾമലയിൽ നിന്നും 35 കിലോമീറ്റർ ദൂരം വരും പഴനിക്ക്.
അപ്പോൾ ഈ സ്റ്റോപ്പിൻ്റെ പേര് പഴനിപ്പിരിവ് എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നും കൊടൈക്കനാലിലേക്ക് 13 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. പഴനിപ്പിരിവ് എന്ന സ്ഥലം കഴിഞ്ഞ് മുൻപോട്ടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കൊടൈക്കനാലിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കാണാം. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിലെല്ലാം ആണ് വരുന്നതെങ്കിൽ ഇവിടെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം ലഭിക്കുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്നത് സിൽവർ ഫാൾസ് ആണ്. മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അല്ലാത്ത സമയങ്ങളിൽ ഇത് ഒരു സിൽവർ കളർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇതിനങ്ങനെ ഒരു പേര് വന്നത്. അപ്പോൾ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കലങ്ങിയ വെള്ളമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പോണ വഴിയിൽ നമുക്ക് നിറയെ കടകൾ കാണാം. അപ്പോൾ ഇവിടെയുള്ള ഫ്രഷ് പഴങ്ങളും പച്ചക്കറികളെല്ലാം വിൽക്കുന്ന കടകളാണിത്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ എത്തിച്ചേർന്നു. ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് മൂഞ്ചിക്കൽ എന്നാണ്. 5 കിലോമീറ്ററാണ് കൊടൈക്കനാലിലേക്കുള്ള ദൂരം വരുന്നത്. ഈ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും എല്ലാം അതുപോലെ നിറയെ കടകളും എല്ലാം കാണാം. അത്യാവശ്യം ചെറിയൊരു ടൗണാണ് ഇത്, ഒരു മൂഞ്ചിക്കൽ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ ബസ് നിൽക്കുന്നത് കൊടൈക്കനാൽ ബസ് സ്റ്റോപ്പിലാണ്. അപ്പം നമ്മളാ കാണുന്നത് കൊടൈക്കനാൽ ലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാന ആകർഷണം ബോട്ടിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലേക്കിന് ചുറ്റും സൈക്ലിംഗ് നടത്താം. ഇപ്പം മഴക്കാലം ആയതിനാൽ അതിനുള്ള സൗകര്യം ലഭിക്കില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 6700 അടി ഉയരത്തിലാണ്. അപ്പോൾ നമ്മൾ എത്തുമ്പോഴേ നിറയെ നമുക്ക് ഗൈഡുകളെല്ലാം കാണാം. അപ്പോൾ നമുക്ക് അവരുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ തേടാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ ഒരു നല്ല ക്ലൈമറ്റാണ് ഇവിടെ നമുക്ക് അപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.